ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേയായി ഒരു വീഡിയോ ഒക്കെ വന്നിട്ടിട്ട് ഇന്നാണ് അതിന് ടൈം കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ഇടാമെന്ന് ഓർത്തു. ഇന്ന് സാറ്റർഡേ ആട്ടോ, അപ്പം വർക്കിനൊന്നും പോകണ്ട, ഞാൻ എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് ലീവായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കാമെന്ന് ഓർത്തു. രാവിലെ ഒരു 9 ആയപ്പോഴാണ് ഞങ്ങൾ എണീറ്റ്. നല്ല വെയിലുണ്ട് എണീറ്റ സമയത്ത്. ഇതാട്ടോ, അപ്പോൾ ടെറസിൽ പോയി കുറച്ച് തുണിയൊക്കെ ഒന്ന് അലക്കി ഉണക്കി ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ ടെറസിൽ നിന്നുള്ള വ്യൂ ആട്ടോ. ഇതൊരു രാവിലെ ഒരു 7 മണിക്കൊക്കെ വന്നാൽ നല്ല സുഖമായിരിക്കും. ഇപ്പോൾ ഒട്ടും സുഖമില്ല, നല്ല വെയിലാണ്. ഡോഗ്സൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ടെറസ്. അപ്പം അവിടെ ഒരു ലോണ്ട്രി റൂമുണ്ട്. അപ്പോൾ അവിടെയാണ് വാഷ് ചെയ്യുന്നതും എല്ലാം. ഇപ്പം നല്ല വെയിലുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. നല്ല നട്ട വെയിലത്താണ് എണീറ്റതും. ആ ഒരു സമയത്താണ് ലീവായത് കൊണ്ട് നന്നായിട്ട് ഉറങ്ങി. അതും 9:30 ആയപ്പോൾ എണീറ്റോണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ എണീക്കാനൊരു 10-11 മണിയൊക്കെ ആകും. ഇതാണ് ലോണ്ട്രി റൂം കേട്ടോ. തുണിയെല്ലാം മടക്കി വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ തുണിയെല്ലാം മെഷീനിലിട്ടിട്ട് ഒന്ന് താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല, എണീറ്റതേ ഉള്ളൂ. ഞാനൊന്ന് ഫ്രഷായി. അവന് ആദ്യം ലീക്ക് ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചു. എഗ് ദോശയാണ്, ഇന്ന് മടിയുള്ള ദിവസമായതുകൊണ്ട് എഗ് ദോശ അവനുണ്ടാക്കി. അപ്പോൾ അവന് ഒന്ന് ദോശ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് സമയം ഒരു 10:30 ആയായിരുന്നു. എന്നിട്ട് അവന് കാപ്പിയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്കും അമ്മ നല്ല ചൂട് ദോശയും തക്കാളി ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആ വിശപ്പിൻ്റെ ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോഴാണ് ചായ കുടിച്ചപ്പോഴാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഓർത്തത്. പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ചു. അതിനിപ്പം ഈ റൂം കിടക്കുന്ന കണ്ടല്ലോ, ഫുള്ള് അലങ്കോലമായിട്ടിരിക്കുകയാണ്. ഞാൻ വൃത്തിയാക്കിയിട്ട് ഒരു 2-3 ദിവസമായി. തുണിയൊന്നും മടക്കി വെച്ചിട്ടില്ല. അങ്ങനത്തെ കുറേ പണിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ലീക്കൂട്ടണം താഴെ ഹസ്ബൻഡിൻ്റെ കൊടുത്തിട്ട് ഞാനതെല്ലാം വൃത്തിയാക്കാൻ വേണ്ടി കയറി. പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് എടുത്തുള്ളൂ. എല്ലാ തുണിയും മടക്കിയിട്ട് എല്ലാം നല്ല തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കി. ഇപ്പോൾ ഇത് കണ്ടല്ലോ, സോഫയൊക്കെ ഒന്ന് മാറ്റിയിടാനുണ്ടായിരുന്നു. കാരണം ലീക്കൊരു സൈക്കിൾ മേടിച്ചു. അപ്പോൾ അത് ഓടിക്കാൻ സ്ഥലമില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ മിറ്റമൊക്കെ കുറവായതുകൊണ്ട് പിന്നെ ഞാനത് ഹാളിൽ തന്നെ ബെഡ്റൂമിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ സോഫയുടെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി. അപ്പം ഒരു സ്പേസ് കിട്ടിക്കോളും അവന് സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാ ടോയ്സും അതിൻ്റേതായ രീതിയിൽ ഞാൻ പ്ലേസ് ചെയ്തു. ഈ ടോയ്സൊക്കെ അടുക്കി വെച്ചേക്കുന്ന അവൻ വന്ന് കാണുന്നത് എല്ലാം അവിടെ ഇവിടെ ചറമാക്കും കേട്ടോ. എന്നാലും ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ അവന് അത്യാവശ്യം സ്പേസായി ഒന്ന് ഓടിക്കാനൊക്കെ. ഹാളിൽ ഓൾറെഡി കുറേ ടോയ്സും സ്ലൈഡും അങ്ങനത്തെ സംഭവങ്ങൾ ഇരിപ്പുള്ള കാരണം അവിടെയും സ്ഥലം. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ വെയിലടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. രാവിലെ ഈ മയിലൊക്കെ അവിടെ നിന്ന് കരയും. നമുക്ക് അത് മിലിറ്ററി ക്യാമ്പാട്ടോ. അപ്പം ഒരു ജസ്റ്റ് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു അന്തരീക്ഷം. അപ്പോൾ അവിടുന്ന് രാവിലെ മയിലിൻ്റെ ഒക്കെ കരച്ചിലും അങ്ങനെയൊക്കെ കേൾക്കാം. പിന്നെ അവന് ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ സമയം ഞങ്ങളൊരു കുളിയൊക്കെ പാസ്സാക്കി. അവൻ കുളിച്ചു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ കഴിച്ചപ്പോഴത്തേക്കും 2 മണിയായി. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിരുന്നല്ലോ. ഞാൻ ചിക്കൻ നഗറ്റ്സും സ്മൂത്തിയാണ് അവന് കൊടുത്തത്. അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ നഗറ്റ്സ് ഞാൻ ഹോം മെയ്ഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഇത് ആപ്പിൾ ബനാന സ്മൂത്തിയാണ്. കുറച്ച് പീനട്ട് ബട്ടറൊക്കെ ഇട്ട് ഞാനൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോ ഇടാം. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പം അവർ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത്യാവശ്യം പ്രോട്ടീനും കാര്യങ്ങളും എല്ലാം പോകും. അപ്പോൾ അവന് അതൊക്കെ കൊടുത്തിട്ട് വേണം ഇനി എനിക്ക് ഫുഡ് കഴിക്കാൻ. ഞാനും ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അമ്മ സ്പെഷ്യലായിട്ട് നന്നായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. സ്മെല്ല് വരുന്നുണ്ട്. ഫിഷ് ഫ്രൈ ആയിരുന്നു. ഫിഷ് ഫ്രൈയും രസവും പിന്നെ രാവിലത്തെ തക്കാളി ചട്നി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി ഞങ്ങൾ ചോറുണ്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചോറുണ്ടപ്പോഴത്തേക്കും ഒരു 2:30-2:45 കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു. നല്ല ഗാർലിക്കൊക്കെ ഇട്ട് അമ്മ ഉണ്ടാക്കിയ ഒരു പ്രത്യേക രസമാട്ടോ. അതിൻ്റെ റെസിപ്പിയും ഞാനിടാം. വളരെ ഈസിയാണ്. അപ്പോൾ നല്ല ഗാർലിക്കൊക്കെ ഇട്ട് അതിൽ മിക്സ് ചെയ്ത് ഞങ്ങൾ നന്നായിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടു. ഇനി ഉറങ്ങേണ്ട ഒരു സമയമായി. ഇനി അവനപ്പം പോയപ്പം സോഫയുടെ പൊസിഷനൊന്നും ഇതല്ലായിരുന്നു. മേളിൽ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ പുള്ളി കുറേ നേരം വാവ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതെല്ലാം ഒന്ന് നിരീക്ഷിച്ചു. സോഫയുടെ അടിയിൽ അവിടെ ആ സോഫ വെച്ചേക്കുന്ന സ്ഥലത്ത് അവൻ്റെ കുറച്ച് ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്യുന്നു കുനിഞ്ഞിരുന്ന് നോക്കി. ഉറങ്ങാൻ കൊണ്ടുവന്നതാണ് അവന്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ആൾക്ക് നല്ല ഉറക്കം വന്നു. അപ്പോഴത്തേക്കൊരു 3 മണിയൊക്കെ ആയി. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം ഇതിലേക്കൊന്ന് കളിച്ച് കുറച്ച് നേരം ഒന്ന് സൈക്കിളും ഒന്ന് അതിലേക്കൂടെ ഒന്ന് ഓടിച്ചു. ഈ സൈക്കിൾ ഇപ്പോൾ 3 to 5 ഇയേഴ്സിൻ്റെ സൈക്കിളാട്ടോ ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ അവന് കാലെത്തത്തില്ല, നമ്മൾ ഇരുന്ന് ഓടിക്കണം. അല്ലാണ്ട് അവൻ തന്നെ തള്ളി കുറച്ച് ദൂരം അവൻ തന്നെ തള്ളി നടക്കും. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ തള്ളി നടന്ന് ഒന്നൊരു ഉറങ്ങി നന്നായിട്ട്. ഞങ്ങൾ 3 പേരും ഒരു 3 മണിയോട് കൂടി ഞങ്ങൾ ഉറങ്ങി. ഒരു 5 മണി വരെ ഞങ്ങൾ ഉറങ്ങി. പിന്നെ ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഒരു 6:30 ആയപ്പോഴത്തേക്കും ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ.
അപ്പോൾ അവിടെ രാത്രി നല്ല മൊമോസ് പിസ്സയൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പം ഞങ്ങളെന്നാൽ ഓർത്തു അങ്ങോട്ടൊന്ന് പോകാമെന്ന് ഓർത്തു. അത്യാവശ്യം തണുപ്പുണ്ട്, എന്നാലും വലിയ തണുപ്പില്ല. അതുകൊണ്ട് മോനെ എന്തായാലും ജാക്കറ്റൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ റോഡ് കാലിയാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പ്രതീക്ഷിച്ചതിലും അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്കും ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ സമയമായി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ ആ അങ്ങേ അറ്റത്ത് പോയാൽ അവിടെ നല്ല മൊമോസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിസ്സയുടെ ഒരു കടയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇഡ്ഡലി, ദോശ, പിന്നെ ജ്യൂസ് കടയുണ്ട്, പിന്നെ ബർഗർ. ഇത്ര സ്ഥലമാണ്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. ക്ലാരൻ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് തുടങ്ങിയേക്കുന്നതാണ്. അവരതൊരു 5:30-6 മണിയോട് കൂടിയേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് പോയാൽ കഴിക്കാം. പിസ്സ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ലീക്കൂട്ടിന് ഞങ്ങളൊരു ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചു. ഞങ്ങൾക്കൊരു പിസ്സ ചുമ്മാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അതും കഴിച്ച് വീട്ടിലേക്കൊരു മൊമോസ് പാഴ്സലും ചെയ്തു. അപ്പോൾ ഞങ്ങൾ 3 കടയും കവർ ചെയ്തു. ഇഡ്ഡലി ദോശ കട മാത്രം കവർ ചെയ്യാത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ലീക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവനൊരു വാട്ടർ മെലൺ ജ്യൂസും കുടിച്ചു. ഞങ്ങളും ഒരു ജ്യൂസൊക്കെ കുടിച്ച് അപ്പോഴത്തേക്ക് സമയം 8 മണിയായിരുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവന് ഞാൻ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൊങ്കലാണ്. പൊങ്കലെന്ന് വെച്ചാൽ ഒറിജിനൽ പൊങ്കലല്ല, നമ്മുടേതായ രീതിയിൽ ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയതാണ്. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട്, കുറച്ച് ദാൽ, ക്യാരറ്റ്, ബീട്രൂട്ട്, കുറച്ച് നെയ്യ്, ഗാർലിക്കൊക്കെ ഇട്ടുണ്ടാക്കിയ പൊങ്കലാണ്. നല്ല ടേസ്റ്റാണ്. അവനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ഞാനത് വീഡിയോ ഇട്ട് കാണിക്കാം. വളരെ ഈസിയുമാണ്, ഹെൽത്തിയുമാണ്. ഇപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്ത പിള്ളേരാണെങ്കിലും നല്ല ഹെൽത്തിയാണ്. അപ്പം അവന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ രാത്രി ഞങ്ങളുടെ ഡിന്നർ അമ്മ നല്ല സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കുറുകുറാന്നുള്ള സാമ്പാറും ചൂട് ഇഡ്ഡലിയും. അപ്പോൾ ഒരു ദോശ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടെ കഴിച്ചു. അപ്പോഴത്തേക്ക് സമയം ഒരു 8:45. പിന്നെ നാളെ സൺഡേ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലേറ്റ് ആയാലും കുഴപ്പമില്ല. എൻ്റെ വക ഞാനൊരു കേക്കും ഉണ്ടാക്കി. ഇതൊരു കേക്കല്ല, ചോക്ലേറ്റ് പുഡിംഗ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് രാത്രി ഒരു ഫിലിം, ഒരു മൂവി, ഒരു ധനുഷിൻ്റെ ഒരു പുതിയ ഇഡ്ഡലി കട എന്ന് പറഞ്ഞൊരു മൂവി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട്, അപ്പോൾ അത് കാണുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേക്ക് ഉണ്ടാക്കിയത്. അപ്പം ആ കേക്കൊക്കെ കഴിച്ച് നല്ല മൂവിയായിരുന്നു. അതൊക്കെ കണ്ടു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ദിവസം. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.